സെലിബ്രിറ്റി കിച്ചൺ മാജിക്. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ കേക്ക് റൗണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വ്യത്യസ്തമായ കേക്കിൻ്റെ തയ്യാറെടുപ്പുകളും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത്തരം കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേക്ക് റൗണ്ട് തീർന്നിട്ടില്ല, ഇനിയും മത്സരാർത്ഥികൾ ബാക്കിയുണ്ട്. ഇനി അടുത്ത 5 കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് അവരുടെ വ്യത്യസ്തമായ കേക്കുകൾ തയ്യാറാക്കുന്നത് കാണുക, ആസ്വദിക്കുക. ഹായ്, നമസ്കാരം. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ ഇന്ന് ഞങ്ങൾക്ക് കേക്കാണ്. ഹണി ഐസിങ് കോഫി കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഹണി ഐസിങ് കോഫി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതും എത്ര അളവ് ചേർക്കണമെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പോവാം. കാരണം വെച്ചാൽ ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ തന്നെയല്ല, നമ്മൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് പലപ്പോഴും എല്ലാവരും പറയുന്നത് കംപ്ലീറ്റ് എല്ലാവർക്കും എഴുതിയെടുക്കണമെന്ന് വെച്ചാൽ പറ്റണില്ല, ചെയ്യാൻ വേറെ ചെയ്ത് പരീക്ഷിക്കണമെന്ന് വെച്ചാൽ നടക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പരാതിയൊക്കെ അങ്ങ് തീർക്കുകയാണ് ഞങ്ങളെല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും കേൾക്കുക, അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് എഴുതിയെടുക്കുക, പരീക്ഷിക്കുക. അപ്പോൾ തുടങ്ങാം. ഹണി ഐസിങ് കോഫി കേക്ക്. കോഫി കേക്കിന് നമ്മൾ സാധാരണ കോഫി പൗഡർ അല്ല, സൺറൈസ് കോഫി പൗഡറാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തുടങ്ങാം. ഇപ്പോൾ മൈദ, 1 കപ്പ് മൈദ വേണം. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ, ഇത് ആണ് കപ്പ് അളവ്. അപ്പോൾ കപ്പ് മൈദ എടുക്കുകയാണ്. ആദ്യം 1 കപ്പ് മൈദ ഈ അരിപ്പിലേക്ക് ഇടുകയാണ്. അതിലേക്ക് ഇനി വാനില കസ്റ്റേർഡ് പൗഡർ 4 ടേബിൾ സ്പൂൺ വേണം. അത് 4 ടേബിൾ സ്പൂൺ ഇടാൻ പോവാണ്. അതിങ്ങനെ വടിച്ച് വേണം ഇടാൻ. അപ്പോൾ അത് 1 സ്പൂൺ ഇട്ടു. നെക്സ്റ്റ് 2ാമത്തെ സ്പൂൺ ഇട്ടു. അപ്പോൾ 4ാമത്തെ സ്പൂണാണ്. 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതും ഇതിലേക്ക് ഇട്ടു. ഇനി ഇത് നന്നായി അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിക്കണം. ഇനി നെക്സ്റ്റ് അതൊന്നുകൂടി അരിക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അത് 2ാമത്. ഒരു പ്രാവശ്യം അരിച്ചു, ഇനി 2ാമത്തെ പ്രാവശ്യം അരിക്കും. 2ാമത് അരിച്ചു. ഇനി നമുക്ക് ഒന്നും കൂടി അരിക്കണം. 3ാമത്തെ പ്രാവശ്യമാണിപ്പോൾ. അപ്പോൾ ഒന്നും കൂടെ ഇതിലേക്ക് ഒഴിട്ടു. ഇത് തുറന്ന് തന്നെ വെക്കണം. കാരണം ഇത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എയർ തങ്ങും. അപ്പോൾ അത് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രോബ്ലമാവും. അപ്പോൾ എയർ തങ്ങാൻ പാടില്ല. പേപ്പറിൽ വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ ഉത്തമം. കാരണം എയർ കയറി അടച്ചു വെച്ചാൽ നമുക്ക് ബേക്കിംഗ് ശരിയാവില്ല, അതിൻ്റെ പ്രോസസ്സ് കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെക്കുക. നെക്സ്റ്റ് 130 ഗ്രാം 130 ഗ്രാം ബട്ടർ ആവശ്യമാണ്. അപ്പോൾ അത്രയും ബട്ടർ നമ്മൾ ഇതിലേക്ക്, ഇതിപ്പോൾ 100 ഗ്രാം ഉണ്ട്, ആ 100 ഗ്രാം ഇത് ഇടുകയാണ്. 100 ഗ്രാം ഇട്ടു. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ബട്ടർ നമ്മൾ ഐസിൽ വെച്ച ഉടനെ എടുക്കരുതും. ഇത് ഒന്ന് മെൽറ്റ് ആവണം, പുറത്ത് എടുത്ത് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അത് ഇട്ടു. ഇനി ഒരു 30 ഗ്രാമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഞാൻ എടുക്കുകയാണ്. കപ്പ് കൂടി ഇടണം. അപ്പോൾ 3/4 ഇത് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനത് മിക്സ് ചെയ്യാൻ പോവാണ്. അതിന് വളയൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഉപ്പില്ലാത്ത ബട്ടറാണ് വേണ്ടത്. കുക്കിംഗ് ബട്ടർ എന്ന് പറഞ്ഞാൽ അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അത് ചോദിച്ച് പ്രത്യേകം വാങ്ങണം. സാധാരണ നമ്മൾ ഒരുപാട് ഉപ്പുള്ള ബട്ടർ മേടിച്ചിരുന്ന് യൂസ് ചെയ്യരുത്. ഇവിടെ കുറച്ച് പേരൊക്കെ കേക്ക് ഉണ്ടാക്കി നമ്മളെ സരികയൊക്കെ വന്ന് എത്തി നോക്കുന്നുണ്ട്. സരിക അറിയാമല്ലോ നിങ്ങൾക്ക്, വലിയ സംഭവമാണ്. പാട്ട്, ഡാൻസ്, കുക്കിങ്, അഭിനയം,
എന്താ പറയാ, കോമഡി, വളിപ്പ്, ചളിപ്പ്, വായാടി, എല്ലാത്തിനും വലുത് വായാടിത്തരമാണ്. എല്ലാ നല്ല ഗുണങ്ങളുള്ള നല്ല മാത്രം പോരാ, അത് പറയാം. പിന്നെ മാങ്ങ വെച്ചൊക്കെ നല്ല അതി രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയത്. എന്താ പറയാ, മാങ്ങ ഇല. ഇതോ, ഇത് എന്താണ്, ഹണി ഐസിങ് കോഫി കേക്ക്. കൊള്ളാം. പിന്നെ കേക്ക് തിന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്ക് വ്രതമാണ്. ഓക്കെ. അടിച്ചിട്ടുണ്ട്. 1 കപ്പ് മൈദയ്ക്ക് 2 മുട്ടയാണ് കണക്ക്. ഇപ്പോൾ 2 മുട്ട ഞാൻ എടുക്കുകയാണ്. 2 മുട്ട എടുത്തു. ഇനി ആ 2 മുട്ടയിൽ അതിൻ്റെ ഉണ്ണി മാറ്റി വയ്ക്കുക. ഉണ്ണി നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ ഉണ്ണി ഞാൻ വേറെ ആവശ്യമുള്ളതുകൊണ്ട് ഉണ്ണി മാറ്റുകയാണ്. ഉണ്ണി മാറ്റി ഉണ്ണി ഇതിലേക്ക് ഇടുകയാണ്. ഉണ്ണി അതിലേക്ക് ഇട്ടു. ഇങ്ങനെ ചെറിയ അറ്റത്തു നിന്ന് പൊട്ടിച്ചാൽ ഗുണം വെച്ചാൽ നമുക്ക് ആ ഉണ്ണി കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഉണ്ണി അതിലേക്ക് വീഴും. ഉണ്ണി അതിലേക്ക് ഇട്ടു. വൈറ്റ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മുട്ട മാറ്റി വെച്ചില്ലേ, മുട്ടയുടെ വൈറ്റ്, അതിലൊരു തരി പോലും വെള്ളം പാടില്ല. അത് ഞാനിങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പാല് ഇതിലാവശ്യമാണ്. കുറച്ച് വെള്ളം ഇതിലൊഴിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, അപ്പോൾ അതിലേക്ക് നമുക്കിപ്പോൾ ഇനി കോഫി പൗഡർ വേണം. വെള്ളം ചൂടായി, അത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് 3 ടീസ്പൂൺ കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ വാട്ടറിൽ കലക്കാം. സൺറൈസ് കോഫി പൗഡറും വാട്ടറും കൂടെ മിക്സ് ചെയ്തതാണിത്. ഇത് നമുക്ക് കോഫി മിക്സ് ഒഴിക്കുകയാണ്. 1 കപ്പ് പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ആദ്യം ഒന്ന് ഇളക്കിയിട്ട് അടിക്കാം, അല്ലെങ്കിൽ തെറിച്ച് നമ്മളത് പെട്ടെന്ന് ഹാൻഡ് മിക്സർ ഇടുമ്പോൾ ചിലപ്പോൾ തെറിച്ച് പോയാൽ. അപ്പോൾ നന്നായി അടിക്കണം, നന്നായി അടിക്കണം. ഇതിലേക്ക് നമ്മൾ 1 കൂട്ടം കൂടി ചേർക്കാണ്. അടിച്ചു. ഇനി വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിക്കണം. ഇതിലിപ്പോൾ ഷുഗർ പൗഡർ, ബട്ടർ, പിന്നെ വാനില എസൻസ്, എന്താണ്, പാല്, ചെറിയ ചൂട് പാല്, കോഫി പൗഡർ വാട്ടറിൽ മിക്സ് ചെയ്തത്, ഇത്രയും സാധനം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടിക്കുകയാണ്. ഇനി കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കേക്ക് നമ്മൾ നന്നായി അതിൻ്റെ മിക്സിങ് കറക്റ്റായാൽ മാത്രമേ കേക്ക് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ നന്നായി എടുക്കണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ യെല്ലോ ചേർത്താണല്ലോ അപ്പോൾ എഗ്ഗിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നന്നായി, പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ആവണം നന്നായിട്ട്. നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹാൻഡ് മിക്സർ കൊണ്ട് ഇത് നന്നായി അടിക്കുന്നത്. ഇനി നമുക്ക് എഗ് വൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, എഗ് വൈറ്റ് ഇതിനേക്കാൾ ബെറ്ററായി അടിച്ച് നല്ല പതപ്പിച്ച് എടുത്തിട്ട് വേണം രണ്ടും കൂടെ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇനി ഇത് ഞാനിപ്പോൾ നിർത്താൻ പോവാണ്. ഞാൻ അടുത്തത് എഗ് വൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. എഗ് വൈറ്റ് നന്നായി അടിച്ചെടുക്കണം. എഗ് വൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എഗ് വൈറ്റ് അടിക്കുകയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ പതഞ്ഞ് വരണം. ഈ പൗഡർ കണ്ടോ, ഇത് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചില്ലേ, 3 പ്രാവശ്യം അരിച്ച മൈദ,
വാനില കസ്റ്റേർഡ് പൗഡർ, ബേക്കിംഗ് പൗഡർ, ഇത് മൂന്നും കൂടെ അരിച്ച് വെച്ചതാണ്. ഇനി നമ്മൾ ഇത് കുറച്ചിങ്ങനെ നമ്മളിപ്പോൾ എടുത്ത പഠിച്ചില്ലേ ഇതെല്ലാം കൂടി കോഫി പൗഡറും പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടി ചേർന്നതാണ്. അത് കുറച്ചൊഴിച്ചു. അതിലേക്ക് ഈ പൗഡർ കുറച്ചിടുകയാണ്. കുറച്ചിട്ടു കലക്കാണ്. ഇനി നമ്മൾ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യാൻ പാടില്ല. പാനിൽ വെച്ച് പതുക്കെ ഇളക്കിയെടുക്കണം. ഇത് ഇങ്ങനെ ഇളക്കിയെടുത്താൽ സൈഡിലേക്ക് വെച്ച് ഇങ്ങനെ ഇളക്കണം. കാരണം ഇങ്ങനെ പൊടിഞ്ഞിക്കണ്ട, ഇതേപോലെ ഇങ്ങനെ അരഞ്ഞ് ഇങ്ങനെ വരണം. ഇനി ഇങ്ങനെ ഇതാക്കുക. അതിങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കേക്ക് നല്ല സോഫ്റ്റ് ടേസ്റ്റും ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൗഡർ കുറച്ചിട്ടു. കേക്ക് ഉണ്ടാക്കുമ്പോൾ വളരെ ക്ഷമയോടെ സ്നേഹത്തോടെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മുട്ട പതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും മാറി ഇത് രണ്ട് മുട്ടയും ഈ മിക്സും കൂടെ ഒന്നിച്ച് ഇങ്ങനെ ഇട്ട് വേണം, ഇത് മാറി ഇട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇത് രണ്ടും കൂടെ മാറി പതുക്കെ ഇങ്ങനെ സ്പാറ്റിൽ വെച്ച് പതുക്കെ ഇളക്കി കൊടുക്കും. അറിയില്ല, പതുക്കെ ഇളക്കി കൊടുക്കണം. കണ്ട, എന്നാലും കേക്ക് പറഞ്ഞുതരാം. അഞ്ജുവിൻ്റെ കേക്ക് നല്ല കേക്കാണ്, പൈനാപ്പിൾ. പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി കുറച്ച് പൗഡറും കൂടെ ഇടുകയാണ്. ബേക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് വെക്കണം. ഞാൻ ഇങ്ങനെ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം. 180 ഡിഗ്രിയിൽ ചൂടാക്കി ഇട്ടിട്ട് 10 മിനിറ്റ് ചൂടാക്കി ഇടണം. 10 മിനിറ്റ് അങ്ങനെ ചൂടാക്കി കിടന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ്. എല്ലാവരും വിചാരിച്ചത് ഇത്രയും കാലം കൂടുതലും എരിവൊക്കെ ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. ചിക്കൻ വെച്ചുള്ള വിഭവങ്ങളും സ്നാക്സും ബിരിയാണിയും ഒക്കെ ആയിരുന്നല്ലോ. നിങ്ങൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എന്താണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്നാണ്. ഇതുവരെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സുദിനം വന്നു കഴിഞ്ഞു. നമ്മൾ കേക്കാണ്, പല തരത്തിലുള്ള കേക്കുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകളാണ്. ഇതൊക്കെ മണം അടിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഈ കേക്ക് ഓവനിൽ വെച്ച് ചൂടാകുമ്പോഴുള്ള സ്മെല്ല് ആകുമ്പോൾ നല്ല ബിസ്ക്കറ്റിൻ്റെയൊക്കെ നല്ല സ്മെല്ലാണ്. എന്തായാലും ഞങ്ങളെല്ലാവരും കേക്ക് ഉണ്ടാക്കി, ചിലവർ പരീക്ഷണം നടത്തുന്നുണ്ട്, ചിലവർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ മോൾക്ക് കേക്ക് ഞാൻ മധുരം ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആളാണെങ്കിലും കേക്ക് എനിക്ക് വലിയ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി കേക്ക് വാങ്ങിച്ചപ്പോൾ പൈനാപ്പിൾ കേക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു പൈനാപ്പിൾ കേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റൊക്കെയാണ് ബർത്ത്ഡേക്കൊക്കെ വാങ്ങുന്നത്. പക്ഷേ എനിക്കെന്തോ എനിക്കത്ര അതിൻ്റെ ഇത് പറ്റത്തില്ല. അപ്പം പൈനാപ്പിൾ കേക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നുകൊണ്ട് കേക്കിൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ ആ കേക്ക് തന്നെ എടുത്തു. എന്തായാലും ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. എന്താവും നോക്കാം. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ പറയട്ടെ എന്താണെന്ന്. ആദ്യം മെയിനായിട്ട് എന്താണ്? പൈനാപ്പിൾ, പിന്നെ മൈദമാവ്, പൊടിച്ച പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, മുട്ട, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പൈനാപ്പിൾ ജാം, ബട്ടർ, പിന്നെ മിൽക്ക് മെയ്ഡ്, നെയ്യ് എല്ലാം ഉണ്ട്. എല്ലാം ഒരു കേക്കിന് ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം.
നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ യെല്ലോയും വൈറ്റും സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഞാൻ പൈനാപ്പിളൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സൂക്ഷിച്ച് എല്ലാം ചെയ്യണം, സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സായി പോകും. യെല്ലോയും വൈറ്റും ഒക്കെ. അതിൻ്റെ യെല്ലോ ആണെങ്കിൽ ഇപ്പം ചാടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെയിപ്പോൾ അതിൽ കൂടെ വൈറ്റ് കൂടെ വീഴുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യും. അങ്ങനെ മുട്ട യെല്ലോയും വൈറ്റും കൂടെ സെപ്പറേറ്റ് ആക്കിയുള്ള യജ്ഞം കഴിഞ്ഞു. രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇതിൽ മുട്ടയുടെ വൈറ്റ് ഇതിലൊഴിച്ച് അതിൽ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം. പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നല്ല രസമുണ്ട്. കയ്യിലേക്ക് ചെറിയ വൈബ്രേഷനൊക്കെ വരുന്നത് നല്ല രസമുണ്ട്. നമ്മൾ ഇപ്പോൾ മുട്ടയുടെ വെള്ളയും പൊടിച്ച പഞ്ചസാരയോട് മിക്സ് ചെയ്ത് നമുക്കിനി ഇതിൽ മുട്ടയുടെ യെല്ലോയും മിൽക്ക് മെയ്ഡും പിന്നെ പൈനാപ്പിൾ എസൻസ് കൂടെ ചേർക്കാം. അപ്പോൾ ഇതും കൂടെ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം മിൽക്ക് മെയ്ഡ് ഒരു 3 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. മാറ്റി വെച്ചിരിക്കാം. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിരിക്കാം. ഇനി പൈനാപ്പിൾ എസൻസ് ഒരു 1/2 സ്പൂൺ. പൈനാപ്പിളിൻ്റെ മണമുണ്ട് കേട്ടോ. 1/2 സ്പൂൺ ഒഴിച്ചു. ബേക്കിംഗ് സോഡ അതൊരു 1/4 സ്പൂൺ. 1/4 സ്പൂൺ മതി. ഇത്രയും. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെ ചേർത്തു? പൈനാപ്പിൾ എസൻസ് ചേർത്തു, മിൽക്ക് മെയ്ഡ് ചേർത്തു, പിന്നെന്താ ചേർത്ത? ബേക്കിംഗ് സോഡ ചേർത്തു. ഇനി നമുക്ക് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ കൂടെ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഇതിൽ കൂടെ ഒഴിച്ചിട്ട് ഒന്നും കളയണ്ട. എന്തിനാ കളയണ്ട? നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പെട്ടെന്ന് റെഡിയാകണം, അല്ലെങ്കിൽ നല്ല രസമാണ്.
രസമുണ്ട് ഇങ്ങനെ സത്യം കേട്ടോ, നല്ല രസമാണ്. ഞാൻ തന്നെ ചെയ്തോ. അപ്പം നിഷ ചേച്ചി എൻ്റെ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും അത് രസം ഇഷ്ടം. ഇങ്ങനെ പൊക്കി പിടിക്കണം, നല്ല നല്ല പദ്ധതി. ഞാനെന്താ ചെയ്തെന്നറിയോ, അതിൽ വെച്ച് അമർത്തി വെച്ചു. അപ്പം എന്താണെന്നറിയോ, ഒരു ചെറിയ വൈബ്രേഷൻ. അപ്പം എൻ്റെ കൈക്കൊരു ഷേക്കുണ്ട്. അമർത്താൻ പാടില്ല, പൊക്കി പിടിക്കണം, നല്ല നല്ല പദ്ധതി വരുന്നതാണ്. ആ സമയം കൊണ്ട് നിഷ ചേച്ചി അവിടെ അതെ, പതപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ പൈനാപ്പിൾ പദ്ധതി വരുന്നുണ്ടോ? അയ്യോ ശരിയാ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ മറ്റേ ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നുണ്ടാകണേ. ഞാനും ഫസ്റ്റ് ടൈം അതല്ലേ എല്ലാം ചോദിക്കുന്നത് ചേച്ചി എടുത്ത്. വായിച്ചപ്പോൾ അവിടെ നിന്ന് കേക്ക് അറിയുമ്പോൾ വെച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് ഈ ചേച്ചി ഞാൻ പൈനാപ്പിൾ കേക്കാണേ ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട്, ബേക്കിംഗ് സോഡ ഇട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞു ചേച്ചി. സത്യം പറയണം. ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നുകൊണ്ട് നമുക്ക് ശരിക്കും ഓരോന്ന് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആയില്ലേ? സത്യം ചേച്ചി, ശരിക്കും വീട്ടിൽ കേക്ക് ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല. കേക്കൊക്കെ കഴിച്ചുള്ള ശീലമല്ലാതെ ഇന്ന് എങ്ങനെയാണ് ബിരിയാണി, കേക്ക്, ഇത് മൂന്നും ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടേ ഇല്ല. ചിക്കൻ വെച്ചുള്ള കറിയൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വലിയ ടെൻഷൻ. നാടൻ കറികളെല്ലാം നന്നായി വെക്കും. പച്ചക്കറികളാണെങ്കിലും നാടൻ കറികളാണെങ്കിലും എല്ലാം നന്നായി വെക്കും. വേറെ കാര്യം കൂടെ പറയാം ചേച്ചി, നമുക്ക് മുമ്പാണെങ്കിൽ ഇവിടെ ഇപ്പം ഇങ്ങനെ റൗണ്ട്സ് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു. പിന്നെ അതേപോലെ എന്താണ് ബിരിയാണി ഫുഡൊക്കെ ഉണ്ടാക്കിയില്ലേ? അതെ അതെ. പരീക്ഷിച്ചത് അത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പരീക്ഷിച്ചതാണ്. പക്ഷെ എന്തോ എല്ലാ ദൈവാധീനം കൊണ്ട് ഒത്തും. അല്ല അതുപോലെ മുമ്പ് റൗണ്ട്സ് ഒക്കെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നേ, എന്താവും എങ്ങനെ ഉണ്ടാക്കുമെന്ന്. ഒരേ റൗണ്ട്സ് വലിയ ടെൻഷനില്ല. പഠിക്കണം അത് ഉണ്ടാക്കാൻ പഠിക്കണം. അതൊക്കെ ആ ഒരു ഭയങ്കര താളുണ്ടാക്കണ്ടേ. ഇതില് നല്ല രസമുണ്ട് ഇങ്ങനെ. പൈനാപ്പിള്, പഞ്ചസാര, പൈനാപ്പിൾ ജാമും കൂടെ ഉള്ള മിക്സാണ്. ഇതുപോലെ അങ്ങ് ഇട്ടാലേ പൈനാപ്പിളിന് പുളി ഉണ്ടാവും. അപ്പോൾ ആ പുളി ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ചേർന്നത്. ഞാൻ പഠിച്ചു കേട്ടോ ചേച്ചി, കുറെ എന്നെ തന്നെ നോക്കാനേ. ടിപ്സൊക്കെ പഠിച്ചു പണ്ടറിയാനല്ലാതെ ആദ്യമൊക്കെ കുക്ക് ചെയ്തപ്പോ എണ്ണ ഒഴിച്ചു അല്ല ചേച്ചി, എന്നിട്ട് കൊണ്ട് കടുകിട്ട ആളാണ്. ഏറ്റവും അവിടെ എന്താ പറയുക, സവാള വരട്ടണതിന്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ടാ. ആ ആളും ഇത്ര അവരുടെ സംഗീതയുടെ വീട്ടിലെ ഭർത്താവും അമ്മയും ഒക്കെ രക്ഷപ്പെട്ടു, കുട്ടിയൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഒരിക്കൽ രാത്രി അപ്പം ഉണ്ടാക്കിയിട്ടാ. അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ വെച്ച് സാധാരണ ഇവിടെ അല്ല ചേച്ചിയും ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടുവച്ചതാണ്. വെറുതെ ചെയ്തു, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് നല്ല ഇഷ്ടപ്പെട്ടു. അതാ കിച്ചൺ മാജിക് കൊണ്ടുള്ള ഒരു അത് ലക്ഷ്മി ചേച്ചിക്കാണ് താങ്ക്സ് പറയാം. ചേച്ചിയാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം തരുന്നത്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. വീട്ടുകാർക്ക് നല്ല വീട്ടമ്മയും നല്ല എന്താ പറയുക നല്ല ചുക്കായ വീട്ടമ്മ കിട്ടാൻ ഏറ്റവും വലിയ സത്യം കേട്ടോ, അതാണ് അപ്പം അങ്ങനെ ഏറ്റവും വലിയ പിന്നെ കയ്യിലെടുക്കുവാണ്. ടേസ്റ്റുള്ള ഭക്ഷണം കൊണ്ട് ഏത് ഭർത്താവും മക്കളും വീഴും. തെന്നി വീഴുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനതാ മ്യൂസിക് ഇട്ടത്, തെന്നി വീഴുമോ എന്നുള്ളതാണ്. സംഗീതം വീഴ്ചയാണ്. അവിടെ കൊണ്ടു കുറച്ച് വെളുത്തിനെ കുറിച്ച് അവിടെ ആൾക്കാരൊക്കെ വീഴ്ച. അതാ പുള്ളിക്കാരൻ ഇപ്പൊ ഞാനവിടെ വീഴുന്നേ. അതെ. അപ്പം നമുക്ക് ഈ പൈനാപ്പിള് ജാമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ, അത് നമുക്ക് നെയ്യിലിട്ടൊന്ന് വരട്ടിയെടുക്കാം. എപ്പോഴും നിഷ ചേച്ചി എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ പായസത്തിന്റെ മണം വരുന്നുണ്ടല്ലേ. പൈനാപ്പിള് നമ്മള് വീട്ടിലൊക്കെ ഇട്ട് ശരിയാക്കുമ്പോൾ നല്ല മണം കേട്ടോ. ഞാൻ ഒന്ന് ചെറുതായിട്ട് വെണ്ണ ഒന്നേ മതി. പാവം കേട്ടോ, ഇത്രയും സമയം വന്നു. പക്ഷേ വരാം മൈദ ഉണ്ടല്ലോ. പക്ഷേ ഓക്കെ ചേച്ചി, താങ്ക്സ് കേട്ടോ. ഇല്ല ഓക്കെ. വെണ്ണ കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം, ചെറുതായിട്ട്, വലുതായിട്ട് വേണ്ട, ചെറുതായിട്ട്.
വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മെൽട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് മൈദമാവും ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർക്കാം. ഇതിലെത്രയാണ്? 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ. വേണ്ട ബേക്കിംഗ്. ഇതിൽ മൈദമാവ്, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ നമുക്ക് എന്താണെന്ന് പറയുമ്പോൾ എണ്ണയുടെ മിക്സ് എല്ലാം കൂടെ ചെയ്യാം. നെയ്യൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കാൻ വെച്ചേക്കും. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചോട്ടെ. ആദ്യം നമുക്ക് ബട്ടർ ഇടാം. ഒരു 150 ഗ്രാം ബട്ടറുണ്ട്. ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ, 50 ഗ്രാം സൺഫ്ലവർ, 150 ഗ്രാം വെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു ബട്ടർ. അതിൽ കൂടെ 50 ഗ്രാം സൺഫ്ലവർ ഓയിൽ, നെയ്യ് 25 ഗ്രാം. കേക്കൊക്കെ ആയതുകൊണ്ട് അളന്ന് വെച്ചില്ലെങ്കിൽ അളവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ മൊത്തത്തിൽ പ്രശ്നം. അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കേക്കൊക്കെ ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസാണ്. സത്യമായിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കിയത്. വീട്ടിൽ പോലും പരീക്ഷിച്ച് നോക്കിയില്ല. പരീക്ഷിച്ച് നോക്കിയ കുളമായിപ്പോൾ എനിക്ക് പിന്നെ ഇവിടെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ ടെൻഷനായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് വന്ന് ഉണ്ടാക്കിയതാണ്. ഇവിടെയാണ് എന്താവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പരീക്ഷിക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ മൈദമാവ്, വാനില പൗഡർ, അത് നമുക്ക് കുറച്ച് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ട, മിൽക്ക് മെയ്ഡ്, വാനില, പൈനാപ്പിൾ എസൻസ് ഒക്കെ ഒഴിച്ചില്ല അതിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചിട്ട് മിക്സ് ചെയ്യും. മൈദമാവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ, നെയ്യ്, സൺഫ്ലവർ ഓയിൽ വെച്ചിരുന്നില്ലേ അതും കൂടെ എടുത്ത് മിക്സ് ചെയ്യും. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ പൈനാപ്പിൾ, അത് ജാമും പഞ്ചസാരയും നെയ്യിലിട്ട് വരട്ടിയെടുത്തതാണത്. അതെടുത്ത് ഈ മിക്സിൽ കൂടെ ചേർത്ത് നമുക്ക് കാഷ്നട്ട് ക്രിസ്മസും ചേർക്കാം. നല്ലൊരു പൈനാപ്പിളിന്റെ ഫ്ലേവർ വരുന്നുണ്ട്. പൈനാപ്പിൾ പീസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടോ? നട്ട്സ് ഇട്ടു. പൈനാപ്പിൾ പീസ് എന്ത് ചെയ്തു എന്നറിയോ? പൈനാപ്പിൾ ജാമിൽ തന്നെ ഇട്ട് ഒന്ന് നെയ്യിലിട്ട്, നെയ്യോ ചെറുതായിട്ടൊന്ന് നെയ്യിൽ ഒഴിച്ച് വഴറ്റിയെടുക്കും. നെയ്യൊക്കെ വേണോ കേക്കില്? ഗീ കേക്ക് അല്ല, നമ്മൾ വെണ്ണയൊക്കെ ചേർത്ത് ചെയ്യുന്നതാണ്. വെണ്ണ ചേർത്തിട്ടുണ്ട്. അതിൽ പിന്നെ നെയ്യൊരു മിസ്ഫിറ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ കേസ് നട്ട്സ് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് അല്ലേ, ഫുള്ളായിട്ട്.
സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല, വലിയ വലിയ പീസസ് ആയിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ അവസാനം കേക്ക് ആയി വരുമ്പോൾ അതിനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ അത് പൊടിയാനുള്ള സാധ്യതകൾ കൂടുതലാണ് വലിയ പീസസ് ആകുമ്പോൾ. ആണോ? അത് വേണേൽ ഞാൻ മാറ്റാം. അല്ലല്ല, മാറ്റട്ടെ, കേട്ടോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്തല്ലേ ആ ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുകയാണ്. അങ്ങനെ സംഗതി അത്ര എളുപ്പമായിരിക്കില്ല. വലിയ എനിക്ക് അതാണ് കിട്ടിയത് ചേച്ചി അവിടെ. പിന്നെ പെട്ടെന്ന് അതിങ്ങനെ പീസ് ചെയ്തപ്പോൾ അത് പൊടിഞ്ഞു. ഓക്കെ, ഇനി അപ്സൈഡ് ഡൗൺ അല്ലേ ഉണ്ടാക്കുന്നത്? അപ്പോൾ പൈനാപ്പിൾ റൗണ്ട്സ് വെക്കും അല്ലേ? അതില്ല. അപ്പോൾ അപ്സൈഡ് ഡൗൺ മേളിൽ ഞാൻ പൈനാപ്പിൾ ചെറിയ പീസാക്കി വെച്ചു. അപ്പോൾ ഇതിനെ നമുക്ക് പൈനാപ്പിൾ കേക്ക് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? അപ്സൈഡ് ഡൗൺ കേക്ക് അല്ല. അപ്സൈഡ് ഡൗൺ കേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരിച്ചിടുമ്പോൾ പൈനാപ്പിൾ റിങ്സ് ഇങ്ങനെ മേളിൽ വരും. പക്ഷേ ഞാൻ അതിന് വരെ പൈനാപ്പിൾ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് മേളിൽ വെക്കാം. അപ്പോൾ ഇത് ടോട്ടലി ഒരു പൈനാപ്പിൾ ഫ്ലേവേർഡ് കേക്ക് എന്ന് തന്നെ പറയാം. പക്ഷേ എന്തായാലും ഒരു പൈനാപ്പിളിൻ്റെ മണമൊക്കെ വരുന്നത്. ഫൈനൽ പ്രോഡക്റ്റ് നന്നായി വരട്ടെ. സംഗീത, താങ്ക് യു ചേച്ചി. എല്ലാ മിക്സും കൂടെ കാഷ്നട്ടും പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന പൈനാപ്പിള്, മുന്തിരി എല്ലാം കൂടെ ഉള്ള മിക്സ് നമ്മളൊരു ഓവനിലിട്ട് ഒഴിക്കാൻ പോകും. ഞാനുണ്ടാക്കിയ കേക്ക് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മേളിൽ പൈനാപ്പിളിൻ്റെ ചെറിയ പീസ് നേരത്തെ വെച്ചിരുന്നില്ലേ, അതെല്ലാം കൂടെ വെച്ച് ഇതാ ഒരു ട്രേയിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിത് ഓവനിൽ വെച്ച് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് റെഡി ആയിട്ട് 30 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഹീറ്റ് വെച്ചിട്ട് 30 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കുകയാണ്. ഇതാണ് നമ്മളെ കേക്ക്. ഇനി ഇതിനകത്ത് നമുക്ക് ഹണി ഐസിങ് ചെയ്യണം. ഹണി ഐസിങ് കേക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഒരു 15 ഗ്രാം ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് 3/4 ടീസ്പൂൺ ഹണി ഒഴിച്ച് 3/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കണം. അത് ലാസ്റ്റ് ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് അല്ല മുന്നേ ചെയ്താൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ തണുത്തതിന് ശേഷം ക്രീം ശരിയാക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഐസിങ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാൻ വെച്ചു, ചെറിയ തീയിൽ മതി. ഇനി നമ്മൾ ഇതിലേക്കൊരു 15 ഗ്രാം ബട്ടർ ഇടുകയാണ്. അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഹണി ഒഴിക്കുകയാണ്. 1/2 ടീസ്പൂൺ ഹണി ഒഴിച്ചു. ഇനി 1/4 ടീസ്പൂണും കൂടെ ഒഴിക്കുകയാണ്. കുറച്ചുകൂടെ ഒഴിക്കാം, കാരണം ഇതിൽ പറ്റി കുറച്ച് പോകും. അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഹണി കുറച്ചുകൂടെ ഒഴിച്ചു. 3/4 ടീസ്പൂൺ വാനില എസൻസ്, 3/4 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഒരു സാധനമുണ്ട്, വെള്ളം. കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുകയാണ്. വെള്ളം കുറച്ച് വെച്ചു. ഇനി അതിന് നമുക്ക് 3/4 ടീസ്പൂൺ വെള്ളം. ആദ്യം കോഫി പൗഡർ 3/4 ടീസ്പൂൺ ഇടണം. കോഫി പൗഡർ 3/4 ടീസ്പൂൺ ഇടണം. നനവ് പാടില്ല കോഫി പൗഡർ എടുക്കുമ്പോൾ. അപ്പോൾ അത് നനവ് തുടച്ച് കളഞ്ഞതിന് ശേഷം 3/4 ടീസ്പൂൺ കോഫി പൗഡർ. ഇതൊക്കെ ആവശ്യം കഴിഞ്ഞാണ് ചേച്ചി. 3/4 ടീസ്പൂൺ കോഫി പൗഡർ. നമ്മൾ ഹണി ഒഴിച്ചു, വാനില എസൻസ് ഒഴിച്ചു. പിന്നെ ഇപ്പോൾ കോഫി പൗഡറിന് വെള്ളം ചേർക്കുകയാണ്. 3/4 ടീസ്പൂണാണ് വേണ്ടത്. ഇങ്ങനെ അങ്ങ് ഒഴിച്ചു. ഇനി അത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. കോഫി മിക്സ് ഒഴിച്ചു. ഇതാണ് നമ്മൾ ഐസിങ്ങിന് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി അടിച്ച് നയപ്പാക്കണം, കാരണം അത് ഒന്ന് ലൂസായി കിട്ടണം.
പഞ്ചസാരയും ഹണിയും എല്ലാം കൂടി ഒഴിച്ച് ബട്ടറും എല്ലാം കൂടി നമ്മൾ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കേക്ക് ശരിയായിട്ടുണ്ട്. ഞാനത് അതിൽ നിന്ന് എടുക്കാൻ പോവാണ്. പെട്ടെന്ന് പോകുന്നു. ഞാനതിൽ ബട്ടർ തൂത്തിരുന്നേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വന്നു. അപ്പോൾ ഓക്കെ ആയി. ഇനി ഇതിൽ നമുക്ക് ഹണി ഐസിങ് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് പതുക്കെ തേച്ച് കൊടുക്കാം. വളരെ തിന്നായിട്ട് തേച്ചാൽ മതി, കാരണം ഇത് നല്ല ഷുഗറാണ്. ഇതിങ്ങനെ ഈ എന്താണ് ഹണി ഐസ് അതിൽ പിടിപ്പിക്കുമ്പോൾ കണ്ട് നല്ല ഇങ്ങനെ എന്താ പറയുക മെഴുകു പോലെ ഉണ്ടാവും. പതുക്കെ സാവധാനം അത് തേച്ച് പിടിപ്പിക്കുക. കോഫി മിക്സ് വാട്ടർ, ഹണി, പിന്നെ വാനില എസൻസ്, ഷുഗർ പൗഡർ, പിന്നെന്താണ് ഇത്രയും സാധനമാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് ബട്ടറിനകത്ത് മിക്സ് ചെയ്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ബീപ്പിംഗ്. നമ്മളിപ്പോൾ ഈ ക്രീമൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് പോലെ ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം പതുക്കെ ഈ ഷുഗർ ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ മിക്സ് ചെയ്ത് പതുക്കെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും സ്ലോയിൽ ചെയ്യുന്നത്. ഐസ്ഡ് കേക്കൊക്കെ വളരെ റെയറാണ്. കോഫി വിത്ത് ഹണി ഐസ്ഡ് കേക്കൊക്കെ വളരെ റെയറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വീട്ടിൽ വല്ലപ്പോഴൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പരീക്ഷിക്കാൻ നല്ലതാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ ഏറ്റവും ടേസ്റ്റിയുമായിരിക്കും. കോഫി ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമാണല്ലോ. കോഫിയുടെ ടേസ്റ്റ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഫുള്ളായിട്ട്. കേട്ടോ, നല്ല ഗ്ലേസിങ് ഇല്ലേ കേക്കിന്. ഇനി ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ഭംഗി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഐസിങ് മാത്രമേ ആയിട്ടുള്ളൂ. ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ചെറിയ സിമ്പിൾ കേക്കാണല്ലോ, പൊക്കമൊന്നും അധികമില്ല. കുറച്ച് ഞാൻ ഒരു കപ്പ് എടുത്തുള്ളൂ. ഹണി ഗ്ലേസ് ഐസിങ് എല്ലാം വളരെ തിന്നായിട്ടൊരു അല്ലേ, അതിങ്ങനെ തേച്ച് പിടിച്ച് വെക്കണമല്ലോ. അത് ലൂസ് അല്ലല്ലോ, തിൻ ക്രസ്റ്റ് ആണ്. വലിയ റിസ്ക് ഒന്നും എടുത്തിട്ടില്ല അല്ലേ, മറ്റവരൊക്കെ ചെയ്ത പോലെ ഭയങ്കര വലിയ മറ്റേ ടയർ കേക്ക് ഒന്നും വന്നിട്ടില്ല. വേണ്ട, ലെയർ കേക്ക് അല്ല. ലെയർ കേക്കല്ല, ഒറ്റ ഇതായിട്ട് ചെയ്തുള്ളൂ. ടേസ്റ്റാണ് നോക്കേണ്ടത്. കോഫി ടേസ്റ്റ് ടെക്സ്ചർ വൈസ് എന്താണെന്ന് നോക്കണം. കേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ, അതായത് സോഫ്റ്റ്നെസ് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഫ്ലേവർ, പിന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള അലങ്കാരം, അതിൻ്റെ ഐസിങ്. എന്തായാലും നടക്കട്ടെ. ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ടോ? ഉണ്ടാക്കി വീട്ടിൽ നോക്കിയതുപോലെയൊക്കെ തന്നെ ശരിയായി വന്നിട്ടുണ്ടല്ലേ? കഴിച്ചു നോക്കിയിട്ടില്ലേ? നല്ല ടേസ്റ്റാണ്. ഓക്കെ, ആ ടേസ്റ്റ് എങ്ങനെയാവും നോക്കി. ഇതായത് ഐസിങ്ങിൻ്റെ ബാലൻസ്. ഭയങ്കര കോഫി ഇത് ഹണിയൊക്കെ ഒഴിച്ചിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് തിക്കാക്കിയില്ല, കാരണം കഴിക്കുമ്പോൾ ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. മറ്റ് ഐസിങ് പോലെ പറ്റില്ലല്ലോ ഇത്. വളരെ തിന്നായിട്ട് ലയിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം അവസാനം എനിക്ക് പണിയാണ്. ഹണി ഐസിങ് കോഫി കേക്ക് റെഡിയായി. അത് സിമ്പിൾ കേക്കാണ്, പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് ഐറ്റംസൊക്കെ അതിനകത്ത് ചേർക്കുന്നുണ്ട്, പണിയൊക്കെ ഉണ്ട്. പക്ഷേ മുകളിൽ വലിച്ച് ക്രീമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയൊക്കെ ചെയ്തത്. അപ്പോൾ പരീക്ഷിച്ച് നോക്കുക, കഴിക്കുക. ഓക്കെ.